ഇന്ന് വൈകുന്നേരം അമ്മ വാവക്കുട്ടിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഞാൻ തനിച്ചേ ഉണ്ടാവുള്ളൂ. ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നേ? നായക വെച്ചിരിക്കുന്ന കാപ്പിയാ? ഇതിൽ കാണാൻ പാടില്ലാന്നു. നമ്മുടെ ചാനലിൽ ഇട്ട വീഡിയോ നമ്മൾ തന്നെ ഇരുന്ന് കണ്ടിട്ട് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് 8ന്റെ പണി തരും. അമ്മ ഈ സാധനം എപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. മനസ്സിൽ കേട്ടണം, അല്ലാതെ കാതിൽ മാത്രം കേട്ട് ഇങ്ങനെ വിടല്ല ചെയ്യാ. എന്തോ കുത്തി പറയുന്ന പോലെ ഒരു ഫീല്. പത്രസമ്മേളനം എന്നൊക്കെ പറയണ പോലെ ഒന്ന് பண்ணிருந்தாங்க. அவன் பேச்ச கேட்கணும்னு அப்படியே பொட்டி பாம்பு மாதிரி வச்சிருந்தாங்க. ഈ പറയുന്ന രവി, നമ്മളെ ജയം രവി എന്നൊക്കെ പറയുന്ന ഈ ഒരു ആക്ടറിന് ഡിവോഴ്സിന്റെ വക്കിലാണ്. ഭാര്യ വീട്ടുകാരുടെ ഇവന്റെ കയ്യിലുള്ള അക്കൗണ്ട് പോലും ഇവന്റെ സ്വന്തമല്ലാത്ത ആ അവസ്ഥയിലൊക്കെയാണ് ഇത്ര കാര്യങ്ങൾ നടക്കും. കണ്ണും തടഞ്ഞു പോയി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നൊരു സാഡ് ദിവസമാണെന്ന് കൂടി നമുക്ക് പറയാം. എന്താണ് സാഡ് ദിവസം ചോദിക്കുകയാണെങ്കിൽ, ഇന്ന് അമ്മ വീട്ടിലേക്ക് പോവുകയാണ്, വാവക്കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. നാളെ വാവക്കുട്ടിയുടെ പിറന്നാളാണല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അമ്മയും ഞാനും മാത്രം. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് കൊണ്ട് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ബോറിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് വെറുത്ത് പോകില്ലേ? ഈ സോളോ വ്ളോഗിംഗ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് വലിയ പിടിയില്ല. കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിച്ചുകൊണ്ട് നടക്കുക, എനിക്കറിയില്ല അത് എത്രത്തോളം വർക്കാവും എന്നുള്ളത്. ബട്ട് എനിവേ സോളോ വ്ളോഗിങ് അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നത് കാണാൻ പറ്റും. ചില ഇവൻറ്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഞങ്ങളിന്ന് പുറത്ത് പോയി KFC കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങളിന്ന് ഒരു ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തിനാണ്? കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വീഡിയോ ഉണ്ടാക്കണമല്ലോ, ഓരോ ദിവസം ഓരോ വ്ളോഗ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. എന്തോ അതിന് മാത്രമുള്ളൊരു കഴിവെനിക്ക് ഇല്ലാത്തത് കൊണ്ടാണോ, അതല്ല നാച്ചുറൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം വീഡിയോ ആയിട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു മനസ്ഥിതി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തോ ഞാനത് ഒറിജിനലായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറില്ല. എനിക്ക് ഒതൻറ്റിക് ആയിട്ടുള്ള റിയൽ ലൈഫ് വ്ളോഗിംഗ് ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവൻറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ടൊരു വ്ളോഗ് ഉണ്ടാക്കുന്നത് എനിക്ക് എന്തോ ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളിൽ ചില ആൾക്കാർക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം റിയൽ ലൈഫാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും നല്ല ഇവൻറ്റുകൾ ആലോചിച്ചിട്ട് വ്ളോഗ് കാണാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് നിരാശയായിരിക്കും മോസ്റ്റ്ലി എൻ്റെ ഒരു ചാനലിൽ നിന്ന് കിട്ടാണ്ടാവുക. ഞാൻ നാച്ചുറലായിട്ടുള്ള ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ പകർത്തി വീഡിയോ ആക്കുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. ഇഷ്ടപ്പെടുന്നവർ കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ പലപ്പോഴും കാണാവുന്ന ഒരു കാഴ്ചയാണിത്. ഒരു ലോഡ് എരുമകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഞാൻ അപ്പുറത്തെ പറമ്പിലും ഉണ്ടാവും ഇഷ്ടം പോലെ. ചോറ് വേണ്ട, ദോശ വേണ്ട, ഒരു സാധനം കഴിക്കില്ല. എന്നാലും ഞാൻ ദോശ ഇട്ട് കൊടുത്തിട്ട് ഇഷ്ടമില്ല, കഴിക്കണില്ല, ദേഷ്യം. അതിന്റെ ചിക്കനും മീനും ഇറച്ചിയൊക്കെ വേണ്ടുള്ളൂ. ഇതെന്താ ഇവിടെ വെച്ചിരിക്കുന്നേ? നായക വെച്ചിരിക്കുന്ന കാപ്പിയാ? നായ കാപ്പിയൊക്കെ കുടിക്കുള്ളൂല്ലേ? ഭാഗ്യം ബൂസ്റ്റ് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കാത്തത് നായക്ക്. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. വലിയ കഥയിൽ കൊണ്ടുപോയിട്ട് വെയിലുള്ള ഇട്ടതാ. നോക്കിയേ, മഴക്കാറ് പിന്നെയും വന്നു. ഇവിടെ ഇട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഉണങ്ങി കിട്ടുമോ? നോക്കിയേ, മഴക്കാറ് പോലെ ഇപ്പം നിൽക്കണത്. വെയിലത്തിട്ട് ഉണക്കാറുള്ള സാധനമാണ്. ഇപ്പോൾ ഒരു രക്ഷയില്ലാഞ്ഞിട്ട് നമ്മളിവിടെ ഫാനിൻ്റെ ചോട്ടിലിട്ടിട്ട് ഉണക്കേണ്ട അവസ്ഥയാണ്. ചൂടത്ത് കൂട്ടാണ്ടാക്കി ക്ഷീണിച്ചിട്ട് പോയിട്ട് കിടക്കണുണ്ടാകുമ്പോൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോകാത്തതാ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സ്കൂൾ തുറക്കുന്നവരൊക്കെ ഞാൻ ഒറ്റയ്ക്ക് സോളോ വ്ളോഗ് ചെയ്യേണ്ട അവസ്ഥയല്ലേ. ഒന്ന് പരിശീലിക്കാൻ ട്രെയിനിങ് നടക്കണമല്ലോ. അങ്ങനെയൊക്കെ തന്നെയല്ലേ ട്രെയിനിങ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. റിയൽ ലൈഫ് ലെസൺസ് ആണ് ഇതൊക്കെ. ഒറ്റയ്ക്ക് വ്ളോഗ് എടുത്ത് പഠിക്കണം. എനിക്കറിയാൻ പാടില്ല അത് എവിടെ ചെന്ന് എത്തുമെന്ന്. എനിവേ, വ്ളോഗിനകത്തുള്ള കുഴപ്പങ്ങൾ, പോരായ്മകൾ, ദോഷങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം. അതിനനുസരിച്ച് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഒറ്റയ്ക്ക് ഇത് എടുക്കുമ്പോൾ എനിക്ക് അറിയാൻ പാടില്ല ഇത് നന്നാവുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, രസമുണ്ടോ, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാവോ, അതോ വീഡിയോ പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഓഫാക്കി ഓടേണ്ടി വരുമോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇടയിൽ എഴുതി അറിയിക്കണം കേട്ടോ, വ്ളോഗ് നന്നാവാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ലൊരു വ്ളോഗർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് വലിയ വലിയ വ്ളോഗേഴ്സിനെ കാണുമ്പോഴുള്ളൊരു മോഹമാണ്. എനിവേ 2350-ലേറെ ഒരു അംഗങ്ങളുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ചെറുപയർ കഴുകി വെച്ചിട്ടുണ്ടോ? അതാ ഫ്രിഡ്ജിന്റെ ഉള്ളില് ചെറുപയറുണ്ടാവും. അങ്ങനെ നമ്മുടെ മാവ് അരക്കൽ മൊത്തം കഴിഞ്ഞു. ചെറുപയർ ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ച് ആണ്, കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. കുട്ടിയുടെ കാളികളൊക്കെ ഒന്ന് കാണിച്ചുണ്ടാക്കാണോ? ഇതിൽ കാണാൻ പാടില്ലാന്നു. നമ്മുടെ ചാനലിൽ ഇട്ട വീഡിയോ നമ്മൾ തന്നെ ഇരുന്ന് കണ്ടിട്ട് കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നമുക്ക് 8ന്റെ പണി തരും.
അത് എന്നാ വേണ്ട എനിക്കറിയില്ല. അങ്ങനെയുണ്ട്. നമ്മളെ വീഡിയോ നമ്മൾ തന്നെ ഇരുന്ന് കാണാൻ പാടില്ല. നമ്മളെ വീഡിയോ മറ്റുള്ളവർ കാണണം. അതാണ് ഇപ്പൊ വെച്ച കുറച്ച് കഴിഞ്ഞാൽ തീരെ വയ്യ. അതാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ശരീരം. അതാണ് ഇപ്പം നമ്മുടെ അവസ്ഥ. കുറച്ച് നേരം നല്ലതാണെങ്കിൽ കുറച്ച് നേരം മോശമാവും, പിന്നെ കുറച്ച് നേരം ഉഷാറാവും, ഒന്ന് എണീറ്റ് നടക്കാരൊക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ 2-3 മണിക്കൂറിന് വയ്യാണ്ടാവും. അങ്ങനെ മാറിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ഇവിടുത്തെ വാതിൽ തുറന്നിട്ട പോലെ ഇവിടുത്തെ വാതിലും തുറന്നിട്ട പോലെ ഇവിടെ ഈ ജനൽ തുറന്നിട്ടാലേ നോക്കി, ഈ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. പിന്നിന്ന് ഇത് തുറക്കണം എന്ന് മാത്രം. ഇവിടുത്തെ ലോക്കൊക്കെ ഇവിടുത്താക്കി തുറന്നു കഴിഞ്ഞാൽ ഈശ്വര നോക്കിയേ, ഇതിന്റെ മോഡലില്ലാത്ത മാറാലൊന്നുമില്ല. അവിടെ നോക്ക്, കുഞ്ഞു മാറാല, ലൈറ്റായിട്ട് മാറാല കാണാൻ പറ്റും. ഇത് ഫുള്ള് തുറന്നിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അടയ്ക്കണം. വീടിന്റെ അകത്തുനിന്ന് ഇങ്ങനെയുള്ളൊരു വീഞ്ഞ അപ്പളാ കാണുന്നത്. ഈ കാടൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അപ്പുറത്തേക്ക് ഒന്നും കാണില്ലായിരുന്നു. ഇപ്പൊ ഇലയൊക്കെ പൊടിഞ്ഞ് അത്യാവശ്യം കാണുന്ന കോലത്തിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു മാറാലിയില്ല, ഒരു അഴുക്കും ഇല്ലാത്ത പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. മതിൽ കയറി വരണ്ടാവില്ലല്ലേ? ഈ മതിൽ കയറാൻ പാമ്പുകൾക്ക് പറ്റുമോ അറിയില്ല, ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ല. അമ്മ ഉണ്ടാക്കിയ മുരിങ്ങക്കറി ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. തനിച്ചെടുത്തിട്ട് കുറച്ച് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് അറിയാമല്ലോ. ആഹാ, നല്ല രസമുണ്ട് കേട്ടോ. അമ്മ ഈ സാധനം എപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. ഞാനൊക്കെ ഒരു വാക്ക് എന്നോട് പറയായിരുന്നോ? എങ്കിൽ ഞാൻ വന്നിട്ട് മുട്ട ഉണ്ടാക്കൂലായിരുന്നോ? ഞാൻ മറന്നു. 100 വട്ടം ഒരാളോട് പറയണമെന്ന് അറിയുന്നില്ലേ? എത്ര വട്ടാ പറഞ്ഞേ? ഞാൻ മറന്നു. ഒന്നും ചെയ്യാനില്ല, എല്ലാവരും കഴിക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ വേണ്ട, മതി. മുട്ട മസാല ഉണ്ടാക്കാൻ മറന്നു. ഉപ്പേരിക്ക് ഇനിയിപ്പോ ഉണ്ടാക്കാനാ നേരെ 2 മണിയായി. അരമണിക്കൂർ ഞാൻ വെറുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഈ ജനലൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞാൽ സമയമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടാക്കണമെങ്കിൽ. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കില്ല. മനസ്സിൽ കേട്ടണം, അല്ലാതെ കാതിൽ മാത്രം കേട്ട് ഇങ്ങനെ വിടല്ല ചെയ്യാം. എന്തോ കുത്തി പറയുന്ന പോലെ ഒരു ഫീല്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ? പല വട്ടം വന്ന് ഓർമ്മിപ്പിക്കണേ. ഞങ്ങൾക്ക് എന്താ വേറെ പണിയില്ലേ? ഓർമ്മിച്ചുകൊണ്ടിരിക്കണോ? ഇന്ന് വൈകുന്നേരം പോകാൻ പോകുന്ന ആളാണ്. അതിന്റെ സന്തോഷത്തിലാണ് തോന്നുന്നുണ്ട്. ആണോ? സുഖമില്ല അദ്ദേഹത്തിന്. അതന്നെ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, നല്ല ടേസ്റ്റ്. നോക്കൂ, ഇപ്പൊ മഴക്കാറ് മാറുന്നുണ്ട്, കാലാവസ്ഥ മാറുന്നുണ്ട്. ഇതിനനുസരിച്ചിട്ട് നമ്മള് ഇപ്പൊ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പണി പാടും. ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടില്ലെങ്കിലേ മൊത്തത്തില് നനഞ്ഞു പിണ്ടിയാവില്ലേ മഴ പെയ്താല്? അതാ പറയണത്. നോക്കിയേ മഴക്കാറ് എത്ര ഇടുന്ന കാലാവസ്ഥ മാറണ നോക്കിയ. ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഇന്റർവ്യൂ അല്ല, പത്രസമ്മേളനം എന്നൊക്കെ പറയണ പോലെ ഒന്ന്. பண்ணிட்டு இருந்தாங்க. அவன் பேச்சை கேட்கணும்னு அப்படியே பொட்டி பாம்பு மாதிரி வச்சிருந்தாங்க. எனக்கு தெரியும், நான் தெரியாம இல்லை, அதான். அப்பா നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ പറയുന്ന രവി, നമ്മളെ ജയം രവി എന്നൊക്കെ പറയുന്ന ഈ ഒരു ആക്ടറിന് ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലാണ്. ഭാര്യയുടെയും ഭാര്യയുടെ അമ്മയുടെയൊക്കെ, അതായത് ഭാര്യ വീട്ടുകാരുടെ ടോർച്ചർ കാരണം, പ്രഷർ കാരണം, ഉപദ്രവം കാരണം, മക്കളെ കാണിക്കാത്തത് കാരണം, ഇവൻ്റെ കയ്യിലുള്ള അക്കൗണ്ട് പോലും ഇവൻ്റെ സ്വന്തമല്ലാത്ത ആ അവസ്ഥയിലൊക്കെയാണ് ഇത്ര കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഇവർ സ്വന്തമായിട്ട് അക്കൗണ്ട് പോലും ഇല്ല, എല്ലാം ഭാര്യ വീട്ടുകാരുടെ കയ്യിലാണ്. ഉള്ള ഒരേ ഒരു അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ് അത്ര. അപ്പോൾ അത് ഇവൻ എവിടെ സ്വൈപ്പ് ചെയ്താലും അതവിടെ വിവരം പോകും വൈഫിൻ്റെ വീട്ടിലേക്ക്. എന്തിന് ചെയ്തു ഒരു മൂക്കയറിട്ടിട്ട് ഇവൻ്റെ പണം മാത്രം അവർക്ക് വേണം, വേറൊന്നും വേണ്ട. ഒരു പ്രത്യേകതരം ജീവിതം. സാധാരണ ഭാര്യമാർ ഈ പറയുന്ന ഭർത്താവിൻ്റെ അമ്മയുമായിട്ടുള്ള അമ്മായിമ്മ പോരിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഈ ഭർത്താക്കന്മാർക്കും അമ്മായിമ്മ പോര് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്നുള്ളതും അതിന് സ്വന്തം ഭാര്യ തന്നെ കൂട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതും ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ്. ഇങ്ങനത്തെ പുറത്തു വന്ന് പറയില്ല, ഇമേജിനും ബാധിക്കില്ലേ, നാണക്കേടല്ലേ എന്ന് കരുതിയിട്ടായിരിക്കും ഒരു പക്ഷേ അയമതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ പറയുന്ന അമ്മായിമ്മയും ഇയാളുടെ വൈഫൊക്കെ. ഇങ്ങനെ ലാസ്റ്റ് നിവൃത്തി കെട്ട് 14 വർഷത്തിന് ശേഷം ഡിവോഴ്സിന് പോയി. ഇപ്പോൾ അതാ പത്രസമ്മേളനം വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും എല്ലാം വിളിച്ചു പറയുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ഭർത്താക്കന്മാർക്ക് അമ്മായിമ്മപ്പോര് ബാധകമല്ലേ? അങ്ങനെ ഉണ്ടാകാറില്ലേ? ഉണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇതാ ഈ നിൽക്കുന്ന മനുഷ്യൻ. കരയുവാണ് ഈ വീഡിയോൻ്റെ ഇതിൽ. ഇതാണ് ആ വീഡിയോൻ്റെ ടൈറ്റിൽ. ആർക്കെങ്കിലും കേൾക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്
എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ചാനലിൽ അത് കിടക്കുന്നുണ്ട്. ഓ, കണ്ണും തടഞ്ഞു പോയി. അത്രയും ഇപ്പോൾ പകുതിയായിട്ടുള്ളൂ പറഞ്ഞിട്ട്. ഇനിയും കിടക്കുന്നുണ്ട്. 3/4 മണിക്കൂർ നീളമുള്ള ഒരു ഇതാണ്, ഇൻ്റർവ്യൂ പോലെ ഒരു പരിപാടി. ഇന്ന് വൈകുന്നേരം അമ്മ വാവക്കുട്ടിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഞാൻ തനിച്ചേ ഉണ്ടാവുള്ളൂ. വീട് ഉറങ്ങിപ്പോവും. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് നടന്നു. അമ്മുവിന് ഊരവേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം പോകാമെന്ന് പറഞ്ഞ ആ പോക്ക്, ആ ഒരു പ്ലാൻ ക്യാൻസൽ ചെയ്തു. നാളെ രാവിലെ പോകാമെന്നുള്ളത് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത്ര വീട്ടിലേക്ക്. ഇന്ന് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് എന്താണാവോ പോകാതിരിക്കാൻ കാരണം? എനിക്ക് സുഖമില്ല, നാളെ പോകുന്നത്. ബോഡി പെയിൻ? നാളെ രാവിലെ നേരത്തെ പോകേണ്ടി വരുമല്ലോ, കഷ്ടപ്പെടാതില്ലേ? എല്ലാം ഒതുക്കി എടുത്ത് വെക്കണം. നാളെ രാവിലെ കുളിച്ച് പോയേ വേണ്ടുള്ളൂ എന്തെങ്കിലും കഴിച്ചിട്ട്. അമ്പലത്തേക്ക് ഒരുപാട് ദൂരമുണ്ടോ? വീട്ടിലേക്ക് പോവാൻ അവിടുന്ന് ക്യാബിലാണ് പോണ്. വീട്ടിലേക്ക് പോയി സാധനങ്ങളൊക്കെ വെക്കണ്ടേ. ഒരു 10 മണിക്ക് അവർ ഇറങ്ങും. അതിൻ്റെ ഉള്ളിൽ അവിടെ എത്തണം. അപ്പോൾ ഒരു നൈറ്റ് കൂടി അമ്മ ഇവിടെ ഉണ്ട്. നാളെ രാവിലെയാണ് പോകണം. ഞാൻ ഇന്ന് രാത്രിയെ പോയിട്ട് ഞാനിവിടെ തനിച്ചാകും, ഒറ്റയ്ക്കാവും എന്ന് കരുതി. എന്താണെന്ന് അറിയാൻ പാടില്ല. ഓരോ അസുഖത്തിൻ്റെ ഉള്ളിൽ അടുത്തത് വന്നുകൊണ്ടിരിക്കും. ചുമ വന്നു, പിന്നെ ഛർദി വന്നു, ഇപ്പോൾ ഇതാ ഊരവേദന വന്നിരിക്കണം. ഇതൊക്കെ പാടെ കൂടിയിട്ട് ഇനി എന്നാ മാറുമെന്നാവും. ഒരു സ്വസ്ഥത സമാധാനം വേണ്ടേ പാവത്തിന്? കുറേ ഒരു 1.5-2 മാസത്തിനടുത്തായി കിടന്ന് അനുഭവിക്കണം. പാവക്കുട്ടി ചുമ ഇവിടെ കൊണ്ടുവന്നതാ. അവിടെ തൊട്ട് തുടങ്ങിയതാ ചുമ. അരച്ചുകൊണ്ടേ ദോശക്ക് അരച്ചുകൊണ്ടിരണം, പൊടി പൊടിച്ചോണ്ടിരാനുണ്ട്. ഗോതമ്പ് പൊടിച്ചും കൊണ്ടുവരണം. ചെല്ലണേ നേരമായി 6 മണി വരെയായി. ഗോതമ്പ് പൊടി പൊടിച്ചു വന്നു, മാവ് അരച്ചു വന്നപ്പോൾ തന്നെ ക്ഷീണിച്ചു. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി അത് പരത്തി അത് ചുട്ട് 1-2 ഇല്ല, ഒരു 10 രൂപയാണെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിന് മസാല ഉണ്ടാക്കണം. എല്ലാം കൂടി ഞാൻ തന്നെ ഉണ്ടാക്കണം. എനിക്ക് വയ്യ, മടി. തൽക്കാലം ഇന്ന് ദോശ വെച്ചിട്ട് മുമ്പോട്ട് പോകാം. ഏതായാലും മാവ് അരച്ചു കൊണ്ടുവന്നതല്ലേ. ഞങ്ങൾക്ക് ചപ്പാത്തി വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. നമുക്ക് ദോശ ഉണ്ടാക്കിയാലോ? ഞാൻ ടയേർഡായി പോയി വന്നപ്പോഴേക്ക്. എവിടേക്കാ പോയിരുന്നേ? ഞാൻ മാവ് അരയ്ക്കാനും ഗോതമ്പ് പൊടി പൊടിക്കാനും. ഞാൻ പിന്നെ ദിവസം ഉണ്ടാക്കാം. അതിന് ഉണ്ടാക്കി തുടങ്ങി, മസാല ഉണ്ടാക്കി, കുറേ പണിയുണ്ട്. ശരി. ചപ്പാത്തി പണി ക്യാൻസൽ ചെയ്ത് ദോശയിലേക്ക് തിരികെയാണ്. ഇതേ നടക്കുള്ളൂ, പെട്ടെന്ന് ആവുള്ളൂ. മറ്റേതേ കുറേ നേരമാവും. ഇനി ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ട് അതൊക്കെ തണുപ്പായി റെഡിയായി കുറേ പണിയുണ്ട്. കുറേ നേരം പോവും. ഇതപ്പോൾ ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടിയും കഴിയും. ആദ്യം തന്നെ ഒരു മുട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ല് നല്ല സ്മൂത്തായി കിട്ടും, സീസണായി കിട്ടും. പിന്നെ അടിയിൽ ഒട്ടിപ്പിടിക്കില്ല ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അതിൻ്റെ സൂത്രപ്പണിയാണിത്. നാളെ രാവിലെയാണ് അമ്മ പോകുന്നത് കുട്ടിയുടെ അടുത്തേക്ക്. ഞാനും അതെ. അപ്പോൾ നാളെ രാവിലെ 7-8 മണിയാകുമ്പോഴേക്ക് തന്നെ ഇവിടുന്ന് ഇറങ്ങണം. അപ്പോഴേ അവിടെ എത്തിയതിനു ശേഷം അമ്പലത്തിൽ പോയി തിരിച്ച് വന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു നേരം കിട്ടുള്ളൂ. നാളെ വാവക്കുട്ടിയുടെ 4 പിറന്നാളാണ്. 4 ദിവസമാണ്, ജനിച്ച ദിവസമല്ല. അത് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷമാണ്, ഒരു 5-6 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. അന്ന് നമുക്ക് കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. ഇന്ന് 4 പിറന്നാളിന് സദ്യയല്ലേ കഴിക്കുക. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.